ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു കറി ലീവ്സ്. അപ്പോൾ ഇന്നത്തെ റെസിപ്പി എന്ന് പറയുന്നത് ഒരു സേമിയ പായസമാണ്. വളരെ ടേസ്റ്റി ആയിട്ടുള്ള സേമിയ പായസം എങ്ങനെയാണ് ഉണ്ടാക്കുന്നത് നമുക്ക് നോക്കാം. അതിന്റെ മുന്നേയായിട്ട് ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ പെട്ടെന്ന് തന്നെ ആ സബ്സ്ക്രൈബ് ബട്ടൺ ഒന്ന് പ്രസ് ചെയ്യുക. അതിന്റെ തൊട്ടടുത്തുള്ള ബെല്ലൈക്കണും കൂടെ ഒന്ന് പ്രസ് ചെയ്യുക. അപ്പോൾ ഇതാ പായസം ഉണ്ടാക്കാനായിട്ട് ഒരു പാൻ അടുപ്പിൽ വെച്ചിട്ടുണ്ട്. അത് ചൂടായപ്പോൾ അതിലേക്ക് ഒരു 2 ടേബിൾ സ്പൂൺ നെയ്യ് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. അതൊന്ന് ചൂടായിട്ട് വരുമ്പോൾ നമുക്ക് കുറച്ച് അണ്ടിപ്പരിപ്പും മുന്തിരിയും കൂടെ അതിൽ വറുത്തെടുക്കാം. ഇപ്പോൾ ഇതാ അണ്ടിപ്പരിപ്പും മുന്തിരിയും ഞാൻ വറുത്തെടുക്കാൻ പോവാണ്. ഇതൊക്കെ ഓരോരുത്തരുടെ ഇഷ്ടത്തിനനുസരിച്ച് എത്ര വേണമെങ്കിലും എടുക്കാം. ഇത് വറുത്തിട്ട് നമുക്ക് വേറൊരു പാത്രത്തിലേക്ക് മാറ്റി വെക്കാം. ഇതിപ്പോൾ നന്നായിട്ട് ഫ്രൈ ആയി വന്നിട്ട് ഇത് വേറൊരു പാത്രത്തിലേക്ക് മാറ്റിയിട്ട് നമുക്ക് ഈ പാനിൽ തന്നെ സേമിയ വറുത്തെടുക്കാം. അപ്പോൾ സേമിയ നമ്മൾ നീളത്തിലുള്ള സേമിയ ആയിരുന്നു, അതിനെ ചെറുതായിട്ട് പൊടിച്ചിട്ടുണ്ട്. അത് ഈ നെയ്യിലോട്ട് ഇട്ട് കൊടുക്കുകയാണ്. ഇനി ഇത് നന്നായിട്ടൊന്ന് നമ്മൾ ഫ്രൈ ചെയ്തെടുക്കണം. അത് ഒരുപാട് ബ്രൗൺ ആവരുത്, ഒരു ലൈറ്റ് ബ്രൗൺ ഷെയ്ഡ് ആവുമ്പോൾ നമുക്ക് നിർത്താം. ഇത് കരിയാതിരിക്കാനും കൂടെ പ്രത്യേകിച്ച് ശ്രദ്ധിക്കണേ. കരിഞ്ഞു പോയാൽ പിന്നെ പായസത്തിന്റെ ടേസ്റ്റ് മാറിപ്പോവും. അപ്പോൾ ഇളക്കിക്കൊണ്ടിരിക്കുക. ഇപ്പോൾ ഇതാ കുറച്ചൊക്കെ കളർ മാറി വന്നിട്ടുണ്ട്, ലൈറ്റ് ബ്രൗൺ ആയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ആവശ്യമായിട്ടുള്ള കളർ ആകുമ്പോഴത്തേക്കും നമുക്ക് ഇതിനെ വേറൊരു പാത്രത്തിലേക്ക് മാറ്റണം. എന്നിട്ട് ഇതിലേക്ക് പാൽ ഒഴിച്ചു കൊടുക്കാം, ഇതേ പാത്രത്തിലേക്ക് തന്നെ. ഇത് സേമിയെല്ലാം നമ്മൾ മാറ്റിയിട്ടുണ്ട് ഈ പാത്രത്തിൽ നിന്ന്. ഇതിലേക്ക് പാലും ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇതിപ്പോൾ ഞാൻ 1/2 ലിറ്റർ പാലാണ് ഒഴിച്ചത്. ഇതിലേക്ക് ഒരു 1/2 ലിറ്റർ വെള്ളം കൂടെ നമ്മൾ ഒഴിക്കണം. എന്നിട്ട് ഇത് നന്നായിട്ടൊന്ന് തിളപ്പിച്ചെടുക്കണം. എപ്പോഴും പാല് നല്ലോണം തിളപ്പിച്ചതിന് ശേഷം ആ പാലിലേക്ക് സേമിയ ഇടാൻ പാടുള്ളൂ. അല്ലാതെ വറുത്ത സേമിയയിലേക്ക് നമ്മൾ പാൽ ഒഴിച്ചു കൊടുക്കരുത്. അപ്പൊ ഈ പായസത്തിന്റെ ഒരു ടേസ്റ്റും ടെക്സ്ചറും എല്ലാം മാറും. അപ്പൊ അതിനേക്കാളും നല്ല ടേസ്റ്റി ആയിട്ടുള്ള പായസം വേണമെന്നുണ്ടെങ്കിൽ ഇതുപോലെ നമ്മൾ പാല് ഒന്ന് നല്ലോണം തിളപ്പിച്ചതിന് ശേഷം അതിലോട്ട് സേമിയ ഇട്ടാലേ ആ ടേസ്റ്റി ആയിട്ടുള്ള പായസം നമുക്ക് കുടിക്കാൻ പറ്റുള്ളൂ. അപ്പൊ കുറച്ചു നേരം ഈ പാലിനെ നന്നായിട്ട് നമുക്ക് തിളപ്പിച്ചെടുക്കാം. ഈ 1/2 ലിറ്റർ പാലിന് പകരം ഒരു 3/4 ലിറ്റർ ഒക്കെ എടുത്താലും കുഴപ്പമൊന്നുമില്ല. അപ്പൊ അതിനനുസരിച്ച് വെള്ളം ഒരു ഇത്തിരി കുറച്ചാലും മതി. അപ്പൊ കുറച്ചുകൂടെ ടേസ്റ്റി ആവും. പിന്നെ ഒരുപാട് പാല് മാത്രമായി പോയാൽ ഭയങ്കര കട്ടിയായി പോവും. അപ്പൊ നമ്മൾ ഇതിൽ മിൽക്ക് മെയ്ഡും കൂടെ ചേർക്കുന്നുണ്ട്, അതുകൊണ്ട് ഇത്ര പാലായാലും മതി. ഇപ്പൊ ഇതാ നമ്മുടെ പാല് അത്യാവശ്യം തിളച്ച് വന്നിട്ടുണ്ട്. ഇതിലോട്ട് നമുക്ക് സേമിയ ഇട്ട് കൊടുക്കാം. ഇനി ഇത് നന്നായിട്ടൊന്ന് ഇളക്കി അത് വേവുന്ന വരെ തിളപ്പിച്ചു കൊടുക്കണം. അപ്പൊ അതിന് വേണ്ടിയിട്ട് നമുക്ക് തിരേരം അടച്ചു വെച്ചും വേവിക്കാം, പക്ഷെ അത് തിളച്ച് പോവാതെ നോക്കണം. അപ്പൊ അടച്ചു വെച്ചിട്ട് അടുത്ത് തന്നെ നിന്ന് ഒരു മീഡിയം ഫ്ലെയിമിലിട്ട് ഒന്ന് തിളപ്പിച്ചെടുക്കാം. ഇതിപ്പോ നല്ലോണം അടച്ചു വെച്ച് നന്നായിട്ട് കുക്കായി വരുന്നുണ്ട്. ഇത് വെന്തതിന് ശേഷം മാത്രമേ നമ്മൾ ഇതിലോട്ട് പഞ്ചസാര ചേർക്കുന്നുള്ളൂ. അപ്പൊ ഇപ്പൊ തന്നെ നമുക്ക് കാണുമ്പോൾ പറയാൻ നന്നായിട്ട് കുറുകിയൊക്കെ വന്ന് തുടങ്ങിയിട്ടുണ്ട്. ഇപ്പൊ നമ്മുടെ സേമിയ വെന്ത് വന്നിട്ടുണ്ട്. അപ്പൊ ഇനി നമുക്ക് ഇതിലോട്ട് പഞ്ചസാര ആഡ് ചെയ്യാം. ഞാനൊരു 1.5 കപ്പ് പഞ്ചസാരയാണ് ആഡ് ചെയ്യുന്നത്. ഒരു നുള്ളു ഉപ്പും കൂടെ ചേർക്കുന്നുണ്ട്. അത് ഈ മധുരം ഒന്ന് ബാലൻസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. അപ്പൊ ഉപ്പ് കൂടി പോവാതിരിക്കാൻ ശ്രദ്ധിക്കണം. ഈ സമയത്ത് നമുക്ക് കുറച്ച് ഏലക്ക പൊടിച്ചതും കൂടെ ചേർത്ത് കൊടുക്കാം. നല്ല ഫ്ലേവറിന് വേണ്ടിയിട്ടാണ് നമ്മൾ ഈ ഏലക്ക പൊടിച്ച് ചേർത്ത് കൊടുക്കുന്നത്. ഇനി നന്നായിട്ടൊന്ന് ഇളക്കിയെടുക്കാം. ഇപ്പൊ ഇതിന്റെ ലാസ്റ്റ് സ്റ്റേജ് ആയിട്ടുണ്ട്. ഇതിലോട്ട് ഒരു 3-4 ടേബിൾ സ്പൂൺ മിൽക്ക് മെയ്ഡും കൂടെ ചേർത്ത് നന്നായിട്ട് ഇളക്കിയെടുത്താൽ നമ്മുടെ പായസം റെഡി ആയിട്ടുണ്ട്. നേരത്തെ വറുത്ത് വെച്ചിരിക്കുന്ന അണ്ടിപ്പരിപ്പ് മുന്തിരിയും കൂടെ മേളിൽ ഇട്ട് കഴിഞ്ഞാൽ ഇത് നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു പായസമായിരിക്കും. അപ്പൊ എല്ലാവരും ഇങ്ങനെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. അപ്പൊ നല്ല ടേസ്റ്റിയാണ്, എല്ലാവർക്കും ഇഷ്ടപ്പെടും. അപ്പൊ നിങ്ങൾ എന്തായാലും കമന്റ് അറിയിക്കാൻ മറക്കരുത്. ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. താങ്ക്